ഇപ്പം 2018 നമ്മളെല്ലാവരും തന്നെ ഒരുപാട് തിരക്കുകളിൽ പല സമയങ്ങളിൽ നമ്മൾ ജീവിച്ച കാലഘട്ടം, അന്ന് റിലീസായ സിനിമകൾ, അന്നത്തെ ഏറ്റവും വലിയ വിപത്ത്, പ്രളയം, ഇതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടവരാണ്. ആ 2028 നമ്മളെല്ലാവരും ജീവിച്ചെങ്ങനെയായിരുന്നു? നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മൾ എങ്ങനെ ജീവിച്ചു, നമ്മുടെ ജീവിതം എങ്ങനെ നമ്മളോട് പ്രതികരിക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം നമ്മൾ പെരുമാറുന്നു. എങ്ങനെ? നമ്മൾ പഠിച്ചു വെച്ച പോലെ. ആ ഒരു കാലഘട്ടം 2024 എന്ത് മാറ്റം സംഭവിച്ചു ആ സ്വഭാവത്തിനും ഈ സ്വഭാവത്തിനും? ആലോചിച്ച് നോക്ക്. ഇന്ന് ഇറങ്ങുന്ന സിനിമകൾ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ അറിഞ്ഞേക്കുന്ന വാർത്തകൾ, ഇന്ത്യയിലും ലോകത്തും ഉണ്ടായേക്കുന്ന മാറ്റങ്ങൾ ആലോചിക്കുക. എത്ര ശതമാനം നമ്മൾ മാറി ഒരു വ്യക്തി എന്ന നിലയിൽ, ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും, അകത്തും പുറത്തും? ഇതിൻ്റെ തോത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. ഇപ്പം എവിടെ നിൽക്കുന്നത്? ഇതിൽ ഈസിയായിട്ട് മനസ്സിലാക്കിവിട്ടെ നിങ്ങളുടെ ഗ്രോത്ത് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അറിവില്ലാത്തതിൻ്റെ പ്രശ്നമാണോ? അല്ല. അറിവ് ലഭിക്കാത്തതിൻ്റെ കുഴപ്പമാണോ? അല്ല. നിങ്ങൾക്ക് വേറെ എവിടെ ചെന്നാലും കിട്ടാത്ത അത്രയും കണ്ടൻറ്റുകൾ യൂട്യൂബിൽ നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ തരുമല്ലേ? ഫ്രീ ക്ലാസ്സുകൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി ഇപ്പോൾ ആയില്ലേ? നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എൻ്റെ ലൈഫിൻ്റെ ഫ്രെയിമിംഗ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? 2018 പോകും. അന്ന് നിങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇന്നോ നിങ്ങളിലേക്കെല്ലാം വന്നു. ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താ? ആലോചിച്ച് നോക്ക്. ഈ 2 കാലഘട്ടത്തിലും നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ആരെങ്കിലും അത് രക്ഷിക്കുമോ? ആരും അത് രക്ഷിക്കാൻ പോകുന്നില്ല. പ്രകൃതി രക്ഷിക്കുമോ? പ്രകൃതി എന്താണെന്ന് മനസ്സിലാകാത്ത വ്യക്തിക്ക് പ്രകൃതിയെ രക്ഷിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള അബദ്ധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരാണ് ത്രിമൂർത്തികൾ? നമ്മൾ കാലങ്ങളായിട്ട് ഒരു ഹൈന്ദവ മതവിശ്വാസത്തിൽ കേൾക്കുന്നതാണ് ത്രിമൂർത്തികൾ. എന്താണ് ഈ ത്രിമൂർത്തികൾ? ആരാണ് ഈ ത്രിമൂർത്തികൾ? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ അല്ലേ? ഇതാണ് നമ്മൾ കാലങ്ങളായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി പോകുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആരാണ് ഈ ബ്രഹ്മാവ്? ആരാണ് ഈ വിഷ്ണു? ആരാണ് ഈ മഹേശ്വരൻ? നിങ്ങൾ തന്നെ. മനസ്സിലായില്ല? പറഞ്ഞുതരാം. ബ്രഹ്മാവിൻ്റെ ഭാര്യ സരസ്വതി ആണല്ലോ. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടാവെന്നാണ്, എന്തും സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് ബ്രഹ്മാവ്. അപ്പോൾ സൃഷ്ടാവിൻ്റെ പത്നി ആരാണെന്നാണ് നമ്മുടെ ഹൈന്ദവ മതവിശ്വാസത്തിൽ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്? സരസ്വതി ദേവിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സൃഷ്ടിക്കണമെങ്കിൽ അറിവുണ്ടാവണം, ജ്ഞാനം. സോ ജ്ഞാനത്തിലൂടെ മാത്രമേ സൃഷ്ടി സംഭവിക്കത്തുള്ളൂ. മനസ്സിലായോ? ജ്ഞാനത്തിലൂടെ മാത്രം. അതാണ് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം. അല്ല, ഇവരാണ് ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്നത്. ഇനി വിഷ്ണുവും ലക്ഷ്മിയും. വിഷ്ണു എല്ലാം പരിപാലിക്കുന്ന വ്യക്തി അല്ലേ? എല്ലാം പരിപാലിക്കുന്നത്. പരിപാലിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ മാത്രമേ ധനമുണ്ടാവുകയുള്ളൂ, ധനം വന്നു ചേരുകയുള്ളൂ. അതായത് പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനെ പരിപാലിക്കണം. അവനവനെ പരിപാലിക്കുന്നതിനനുസരിച്ചിരിക്കും അവൻ്റെ മറ്റ് കർമ്മ മേഖലയിൽ ഉണ്ടാവുന്ന ഗ്രോത്ത്. ഏത് തരത്തിലുള്ള കർമ്മ മേഖലയായിക്കോട്ടെ, ഏത് രീതിയിലുള്ള കർമ്മമായിക്കോട്ടെ, ഒരു വ്യക്തി അവനവനെ പരിപാലിക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ വളർച്ച. അതാണ് പരിപാലനവും ധനവും തമ്മിൽ. ലക്ഷ്മി ധനമാണ് അല്ലേ? ധനവും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. ഇനി അടുത്തത് എന്താണ്? ശിവശക്തി. ആരാണ് ശിവൻ? ശിവൻ എന്ന് പറഞ്ഞാൽ ബോധം. ശക്തി ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള ശക്തി. അപ്പോൾ ശക്തി കൊണ്ട് ബോധത്തിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ
ബോധത്തിലേക്ക് നൽകുന്ന കമാൻഡ് തെറ്റാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കുന്ന, നിങ്ങൾ കണ്ടേക്കുന്ന ഈ സൊസൈറ്റിയിൽ നിന്ന് അറിഞ്ഞു വെച്ചേക്കുന്ന ഡേറ്റയാണ് നിങ്ങൾ നിങ്ങളുടെ ബോധത്തിലേക്ക് നിറയ്ക്കുന്നതെങ്കിലോ, അത് തെറ്റാണെങ്കിലോ ഡിസ്ട്രക്ഷൻ. നിങ്ങൾ തന്നെ നിങ്ങളെ ഡിസ്ട്രക്ട് ചെയ്യും. നേരെ മറിച്ച് ശിവനും ശക്തിയും ഒന്നിക്കാനാണ് സതീദേവിയായി വരുന്നു. അത് കഴിഞ്ഞ് പുനർജനിച്ച് വന്ന് പാർവതി ദേവിയാകുന്നു. പാർവതി ദേവി ഒരുപാട് തരത്തിൽ ക്ലെൻസിങ് നടത്തിയാണ് ശിവനിൽ ലയിക്കുന്നത്, ശിവശക്തിയാകുന്നത്, ആദിപരാശക്തിയാകുന്നു എന്ന് പറയുന്നു. എന്താണ്? അത്രയും കൃത്യമായെങ്കിൽ മാത്രമേ, കൃത്യമായ ബോധം കൊടുത്തെങ്കിലേ ഉള്ളൂ എല്ലാ രീതിയിലുള്ള ഔന്നത്യത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ശിവനും ശക്തിയും വിഷ്ണുവും ലക്ഷ്മിയും ബ്രഹ്മാവും സരസ്വതിയും എവിടെയാ? ആരില്ല, ഒരു വ്യക്തിയിലാണ്. ഇതൊരു സൈക്കിളാണ്. ഈ സൈക്കിൾ കൃത്യമായിട്ട് കറങ്ങുമ്പോൾ, കൃത്യമായിട്ടാണ് ഇത് കറങ്ങുന്നതെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫിൽ ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലും ഒരു ബാലൻസ്ഡ് ലൈഫിൽ അവർ പോകും, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ ജന്മത്തിൽ. സയൻറ്റിഫിക്കലി ആറ്റം അല്ലേ, ആറ്റം എന്തുകൊണ്ടൊക്കെയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ആണോ? ഇത് തന്നെയാണ് ഈ ത്രിമൂർത്തികളും. വലിയൊരു സംഗതി, വളരെ ലാഘവത്തോടെ പറയുമ്പോൾ ഒരു പക്ഷേ പലർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് കുഴപ്പമില്ല, ഏതെങ്കിലും കാലത്തിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ തരത്തിലേക്ക് നിങ്ങൾ വളരുമ്പോൾ ഇത് മനസ്സിലാവും. അത്രമാത്രം നമുക്ക് പറയാനുള്ളൂ. എത്രമാത്രം ഒരു വ്യക്തി അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിനെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നോ, അതനുസരിച്ച് അതിൻ്റെ റൊട്ടേഷൻ, അതിൻ്റെ ക്ലെൻസിങ്, അതിൻ്റെ എല്ലാ രീതിയിലും ആ വ്യക്തി ഹയർ ആയിക്കൊണ്ടിരിക്കും. അല്ലാതെ മുകളിൽ ശിവനിരിക്കുന്നു, വിഷ്ണു ഇരിക്കുന്നു എന്നും പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാർ, അവരെ സാധാരണ നിരീശ്വരവാദി കളിയാക്കുന്നതിൽ ഇപ്പോൾ തെറ്റൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കണ്ടേ. ചുമ്മാ അന്ധമായ വിശ്വാസം വേറെ ജീവിച്ചിരുന്ന കാര്യം. എന്നാൽ ഇതൊക്കെ അറിയാവുന്ന വലിയ വലിയ മഹാത്മാക്കൾ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. ചുമ്മാ എന്തെങ്കിലും അവിടെ എവിടെയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്ന. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാം പറഞ്ഞു കൊടുക്കാൻ തയ്യാറായാലും കേൾക്കാനും ആ ഉൾക്കൊള്ളാനും അതിലേക്ക് ഇറങ്ങാനും വലിയ വിഭാഗങ്ങൾക്കൊന്നും താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഹിന്ദു മതവിശ്വാസത്തിലൊന്നും ഒരു സ്ട്രിക്റ്റ് എന്താ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പോകാൻ പാടുള്ളൂ എന്ന് ആരും നിർബന്ധിക്കത്തില്ല. വേണമെങ്കിൽ പോയാൽ എന്നുള്ള കൺസെപ്റ്റ് അവിടെ. അത് താല്പര്യമുള്ളവരും യോഗമുള്ളവരും അറിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇപ്പം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യുഗങ്ങൾക്ക് മുമ്പ് പല മഹത് ഗ്രന്ഥങ്ങളിലും പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം വരുന്നുണ്ട്. ബ്ലാക്ക് ഹോൾ അല്ല, ഒന്നും വെറുതെ അല്ല. നിങ്ങൾക്ക് വളരെ നിസ്സാരവൽക്കരിച്ച് തട്ടിക്കളയാം. അത് തട്ടിക്കളഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അത്രമാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ ഫേസ് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ പാറ്റേൺ ഓഫ് ലൈഫ് അനുസരിച്ചിരിക്കും, നിങ്ങളുടെ കർമ്മ അനുസരിച്ചിരിക്കും. പറഞ്ഞ് ഭയപ്പെടുത്തൊന്നുമല്ല, അറിയേണ്ട സമയമായി. സമയം അതിക്രമിച്ചു അല്ലേ? ഓഫ് അട്രാക്ഷനിലേക്ക് നിങ്ങൾ വന്നിട്ട് ഒരു 5 വർഷമായിട്ടുണ്ടെങ്കിൽ, 5 or 6 വർഷമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ ബാലപാഠമായിട്ടുള്ള ആസ്ക് ബിലീവ് റിസീവ് നിൽക്കുന്നതിനുള്ളെങ്കിൽ കുഴപ്പം നിങ്ങളുടെ മാത്രമാണ്. കാരണം നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ തേടി ഇറങ്ങാത്ത നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് അല്ലേ? ആലോചിച്ച് നോക്ക്. ഇപ്പോഴും ഒരു റോണ്ടാബേണ്ട ബുക്കിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ, എന്നിട്ട് ഹയർ സക്സസ്സിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ഉദ്ദേശിച്ചേക്കുന്ന വലിയ സക്സസ് കിട്ടുകയും അതിൻ്റെ അനുഭവയോഗവും കൃത്യമായിട്ടാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ സുഹൃത്തെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശ്വാസം എവിടെ നിൽക്കുന്നു, നിങ്ങൾ ഇത്രയൊക്കെ വിശ്വസിച്ചിട്ടും ജീവിതം നിങ്ങൾക്ക് എന്ത് തരുന്നു? സമയമായി ആലോചിച്ച് നോക്കുക. സോ ത്രിമൂർത്തികൾ നിങ്ങൾ തന്നെയാണ്. അതിലേതെങ്കിലും ഒരു ഏരിയയിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചെറുതോ വലുതോ രീതിയിൽ അതിനെ മാനേജ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ വിപത്ത് ഏത് രീതിയിൽ. ഈ കൃത്യമായിട്ട് ഈ ബ്രഹ്മ വിഷ്ണു മഹേഷ് ത്രിമൂർത്തികൾ ഇതൊന്നും വെറുതെ അല്ല. ഇതൊക്കെ ക്രിയേറ്റ് ആക്കി വെക്കുന്ന പൂർവികർ മണ്ടന്മാരല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് ഓരോരുത്തർക്കും മനസ്സിലാകുന്നതനുസരിച്ചിരിക്കും. അത് കേൾക്കുന്ന ആൾക്കാർ, അത് റിസീവ് ചെയ്യുന്ന ആൾക്കാരുടെ ബുദ്ധിയും ബോധവും അനുസരിച്ചിരിക്കും അതെങ്ങനെ മനസ്സിലാവും എന്നുള്ളത്. അപ്പോൾ ചിലപ്പം അവരുടെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് ഒരു കാര്യം പറയുമ്പം ആ പറയുന്ന ആളെ അവൻ മണ്ടനായിട്ട് ചിത്രീകരിക്കും. അത്രയേ ഉള്ളൂ. കാരണം അവനത് മനസ്സിലാവുന്നില്ല, തേടി ഇറങ്ങുന്നവനത് മനസ്സിലാവത്തുള്ളൂ. അപ്പം ആലോചിച്ച് നോക്കുക എത്രമാത്രം മുന്നോട്ട് പോകാൻ കിടക്കും.